എന്തായാലും ശരി, ഈ വരുന്ന ജനുവരി 26 സാർ സ്കൂളിലുണ്ടാകും. കോഴിയെ പോലും കൊല്ലാൻ കഴിയാത്ത മാഷ് യഥാർത്ഥപ്പെടുകയില്ലേ? പ്രദീപൻ തന്നെയാ. രാഹുലിന്റെ ക്വസ്റ്റ്യനായ ഉണ്ടാകാം ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇന്ന് അവശേഷിക്കുന്നു. മാഷ് തന്നെയാണോ എന്റെ രാഹുലിനെ കൊന്നത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. കോഴിയാണോ ആദ്യം ഉണ്ടായത്? കോഴി മുട്ടയാണോ ഉണ്ടായത്? പ്ലാവാണോ ആദ്യം ഉണ്ടായത്? ചക്കക്കുരുവാണോ ആദ്യം ഉണ്ടായത്? അതിനുത്തരം കിട്ടിയാ ഇതിനുത്തരവും പറയാം. താനെന്താണോ എന്നെ കളിയാക്കാം? രാവിലെ നീ പോയിട്ട് 7 വർഷമായി. മാഷിനെ ചെറുതായി ഒന്ന് ദ്രോഹിച്ചു. ചില ചോദ്യങ്ങൾ ഇന്നും മനസ്സിൽ അവശേഷിക്കുന്നു. സാറേ, ഈ വേഷം ഒന്ന് മാറണമായിരുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് മാറാം. ഓക്കെ സാർ. ശരി സാർ, അങ്ങനെ ചെയ്യാം. അതെ, കളക്ടർ പ്രത്യേക ഓർഡർ വന്നു. റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ പങ്കെടുപ്പിക്കേണ്ടത്. എന്താണോ നോക്കുന്നത്? താൻ 2 പേരെ കൊന്നല്ലേ? ആ റിസോർട്ട് മുതലാളിയുടെ പ്രത്യുപകാരം, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ജയിലിനകത്തിരുന്ന് റിപ്പബ്ലിക് ദിനം കാണാം. സാറ് പറഞ്ഞത് ശരിയാണ്. നല്ല മാഷ് കണ്ണടച്ചിരുന്ന് എവിടെ ഇരുന്നാലും തൻ്റെ കുട്ടികളെ കാണാം. വർഷങ്ങളായി വള്ളം തൊഴിയുന്ന തനിക്കറിയാം ഈ കായലിന് എത്രമാത്രം ആഴമുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരാളെ കായലിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പറ്റും? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയുക? ഇവിടെ കാടാണെങ്കിലും വന്യമൃഗമൊന്നുമില്ലല്ലോ സാറേ. പിന്നെ ആകെ ഉള്ളത് ഒരു ഇഷ്ടിയക്കളമാണ്. കണ്ടിട്ട് ഇത് പൂട്ടിയിട്ടിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. ഒരാളെ ഇല്ലാതാക്കാൻ ഇതുപോലൊരു സ്ഥലം മറ്റെവിടെങ്കിലും കിട്ടുമോ? സാറേ, ആരോ 2 പേര് അവിടെ ഇരിക്കുന്നു. എവിടെ?
എത്ര നാളായിടോ ഇവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഈ കമ്പനിയിലെ ജോലിക്കാർ കമ്പനി കൂട്ടിയിട്ട് 10 വർഷത്തോളം അന്ന് തൊട്ട് തുടങ്ങിയത്. എത്ര മണിക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും? നേരം വെളുത്ത മിക്ക ദിവസവും വീട്ടിൽ പോകുന്നു. ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ട ദുഃഖം കൊണ്ട് തുടങ്ങി പിന്നെ സ്ഥിരമാണ്. ഇത്രയും വർഷങ്ങളായി സംശയം തോന്നുന്ന ആരെങ്കിലും വന്നതായിട്ട് ഓർമ്മയുണ്ടോ? അതായത് രാത്രി ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ്. ഓർമ്മയുണ്ട് സാർ. ഉടുപ്പൊക്കെ ഒരു സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുക. ആ കിളവന വേണ്ട, മറ്റേ ഉടുപ്പിട്ട് കൊണ്ടുപോവാ. ശരി സാർ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും രേഖാചിത്രം വരച്ചു തുടങ്ങി.